ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രോഷേ ബേസിക്സ് പാർട്ട് 3. അപ്പോൾ ഇന്ന് ക്രോഷേ ബേസിക്സിൻ്റെ പാർട്ട് 3ൽ ഒരു സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ മണ്ടയിൽ എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 6 ചെയിൻ സ്റ്റിച്ചാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ വി ഷേപ്പിലിരിക്കുന്നത് ഓരോ ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതാണ്ട് 1 2 3 4 5 6. അപ്പോൾ ഞാൻ 6 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഇരിക്കുന്ന, അതായത് ഹൂക്കിനോട് ലൂപ്പ് ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മുടെ ഹൂക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ലെഫ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഹൂക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൂക്കിനകത്ത് ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ ഇൻസേർട്ട് ചെയ്ത ലൂപ്പിനകത്തൂടെ പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണും. 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ടെ നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ പഴയതുപോലെ ഒരു ലൂപ്പേ ഉണ്ടാവുള്ളൂ. വീണ്ടും നമുക്ക് ചെയ്യാം. ലൂപ്പിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഹുക്ക് ലൂപ്പിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ ചെയ്യുക, അതുപോലെ തന്നെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ദാണ്ടെ എല്ലാ സിംഗിൾ ക്രോഷയും ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്രോഷേ വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്